Okay, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 44. A long straight wire of radius A carries a steady current I. ഇപ്പൊ ലോങ് സ്ട്രെയിറ്റ് വയർ ആണ്, വയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് എ ആണ്, carries a steady current I. The current is uniformly distributed over its cross section. നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ ഓർമ്മ വരച്ചു വെക്കാം, അപ്പൊ നമുക്ക് പരിപാടി എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ ഒരു വയറാണ്, പക്ഷെ വയറിന് റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. So radius is also given there, and when drawing this wire here, wire radius r ആണ് അല്ലേ. Now radius a നമുക്ക് മാർക്ക് ചെയ്യണ്ടേ, radius a മാർക്ക് ചെയ്ത് വെച്ചു, radius a മാർക്ക് ചെയ്ത് വെച്ചു. Okay, the current is uniformly distributed over its cross section. മൊത്തമായിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. The ratio of the magnetic field B and B dash at radial distances A by 2 and 2A. വളരെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഇത് അത്രയ്ക്ക് ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. JEE മെയിൻസ് ലെവൽ വേണമെങ്കിൽ കയറി വരാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഐ എം സ്റ്റാർട്ടിംഗ് ദ ഡേ വിത്ത് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ബട്ട് ഡോണ്ട് വറി, കുറച്ചുകൂടി ഈസി ക്വസ്റ്റ്യൻ കയറി വരും കേട്ടോ. സോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബി എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്സ് ബി ആൻഡ് ബി ഡാഷ് അറ്റ് എ റേഡിയൽ ഡിസ്റ്റൻസ് എ ബൈ 2, പിന്നെ ബി ഡാഷ് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിസ്റ്റൻസ് 2a. ഈ രണ്ട് പോയിന്റ്സിലെയും മാഗ്നറ്റിക് ഫീൽഡ്സിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം, a by 2. a by 2 കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മറ്റത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ a by 2 ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് a by 2 ഏകദേശം. Just change the color so can you clearly see it, a by 2. Okay, ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് a by 2. അപ്പൊ a by 2 എന്ന ഡിസ്റ്റൻസിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പൊ a by 2 എന്ന ഡിസ്റ്റൻസിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ a by 2 വരെയുള്ള പോർഷനിൽ വരുന്ന കറന്റ് എന്താണെന്ന് നമുക്കറിയണം. സോ ഞാൻ ഇവിടെ ചെറിയൊരു കണ്ടക്ടർ റീകൺസ്ട്രക്ട് ചെയ്യാൻ പോവാ a by 2. ശ്രദ്ധിച്ചിരുന്നോളെ, അത്ര ക്ലാരിറ്റി ഫിഗറിൽ വരുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ യൂസിങ് എ ഡിഫറെന്റ് കളർ. സോ a by 2 സ്ലൈഡിങ് അകത്തേക്ക് നീക്കാം നമുക്ക് കേട്ടോ. ഞാൻ വരച്ച് ഇനി മാറ്റി വയ്ക്കണം, അപ്പൊ ഇങ്ങോട്ട് നീക്കാം. അപ്പൊ a by 2 എന്ന പോയിന്റ് നമുക്ക് താണ്ടെ ഇവിടെ എടുക്കാം പോയിന്റ്. ഓക്കെ, അപ്പൊ അകത്ത് ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ കൂടി നമ്മൾ വരച്ചു. വയർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എടുക്കുന്നത് ഒരു സിലിണ്ടറിന്റെ ഒരു ഷേപ്പിലൊക്കെയാണ് നമ്മൾ നമ്മുടെ വയർ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഓക്കെ, നൗ ഈ a by 2 എന്ന പോർഷനിൽ എൻക്ലോസ്ഡ് ആകുന്ന, a by 2 എന്ന പോർഷനിൽ എൻക്ലോസ്ഡ് ആകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് അറിഞ്ഞാലേ, കറന്റ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ കറന്റിനെ എന്താണെന്ന് അറിയണമെങ്കിൽ കറന്റ് ഡെൻസിറ്റിയുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ കറന്റ് ഡെൻസിറ്റി നമുക്ക് ബേസിക്കലി ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ. വാട്ട് ഇസ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ πr. പക്ഷെ അത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. പറ്റുമോ? ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റത്തില്ല. റീസൺ എന്താണെന്നറിയോ? നമ്മുടെ ഈ കണ്ടക്ടർ അല്ലേ, നമ്മുടെ പിങ്ക് കളർ കണ്ടക്ടർ, ഈ കണ്ടക്ടർ എൻക്ലോസ് ചെയ്യുന്ന കറന്റേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ a by 2 മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ. അതിന്റെ അപ്പുറത്തുള്ള കറന്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം only that much portion is enclosed there. അപ്പൊ a by 2 റേഡിയസ് വരുന്നത് വരെയുള്ള ആ സിലിണ്ടറിക്കൽ പോർഷൻ, അതായത് ഈ സിലിണ്ടർ വരച്ചിട്ടില്ലേ, ആ ഒരു പോർഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു പോർഷനിൽ കണ്ടുപിടിക്കണം. അതിനു വേണ്ടി അവർ പറയുന്നുണ്ട് കറന്റ് is uniformly distributed over its cross section. റേഡിയസ് a ആണ്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം, കറന്റ് ഡെൻസിറ്റിയുടെ കൺസെപ്റ്റിലേക്ക് പോകും. കറന്റ് ഡെൻസിറ്റി ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിപ്പിച്ചു. കറന്റ് ഡെൻസിറ്റി J is equal to I by A.
ഐ ഹോപ്പ് യു റിമെമ്പർ, അവിടെ നമ്മൾ പഠിച്ചായിരുന്നു കറന്റ് ഡെൻസിറ്റി വെക്ടർ ആണ് എന്നൊക്കെ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ J is equal to I by A. അപ്പൊ കറന്റ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞ മക്കളെ, അവിടെ എന്ത് സെയിം ആണെന്ന് അറിയോ? കറന്റ് ഡെൻസിറ്റി സെയിം ആണ്. അതിന്റെ ഏത് കുഞ്ഞിപ്പീക്കിരി പോയിന്റ് എടുത്താലും അവിടെ കറന്റ് ഡെൻസിറ്റി സെയിം ആണ്. അവിടെ ഏത് കുഞ്ഞിപ്പീക്കിരി പോയിന്റ് എടുത്താലും, അതായത് ഞാൻ ഇവിടെ കുഞ്ഞിപ്പീക്കിരി പോയിന്റ് എടുത്തു, അവിടെ കറന്റ് ഡെൻസിറ്റി I by A. ഇവിടുത്തെ ഒരു കുഞ്ഞിപ്പീക്കിരി പോയിന്റ് എടുത്തു, I by A. കറന്റ് ഡെൻസിറ്റി ഇസ് ഓൾവേസ് ദ സെയിം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട്. ഓക്കെ, പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ വേറെ ചെയ്യേ വേണ്ട. അപ്പൊ J is equal to I by A എന്ന് എഴുതി. അപ്പൊ നമുക്ക് എനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, അപ്പൊ പൈ A സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. J equal to I by pi A സ്ക്വയർ. ഇത് ഫസ്റ്റ് കേസ്, നമ്മുടെ ടോട്ടൽ കണ്ടക്ട് എടുക്കുന്നു. അടുത്ത കേസിലും J തന്നെയാ, പക്ഷേ എന്ത് ഡിഫറെന്റ് ആണ്? നമ്മുടെ ഏരിയ ഡിഫറെന്റ് ആണ്, കറന്റും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് I dash is equal to pi into A by 2 the whole square എന്ന് വരുന്നത്. So we have two cases here, J equal to this is the first case and this is the second case. നമുക്ക് I dash വേണം, എന്നാലേ നമുക്ക് നമ്മുടെ A by 2 ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഡിസ്റ്റൻസ് നമുക്കൊന്ന് എഴുതാം ഇവിടെ. സോ രണ്ട് ഇക്വേഷൻസും ഞാനൊന്ന് റേഷ്യോ എടുക്കാൻ പോവാം. റേഷ്യോ എടുക്കുമ്പോൾ കുറച്ച് ടേംസ് അങ്ങ് ക്യാൻസൽ ഔട്ട് ആയി പോകും. ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യുവാണ് കേട്ടോ. J അങ്ങ് ക്യാൻസലായി, പൈയും ക്യാൻസലായി, A സ്ക്വയറും ക്യാൻസൽ ആയി പോയിക്കോളും. ബാക്കി വരുന്ന എഴുതി വെക്കാം, ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോ I ഇവിടെ വേറെ ഒന്നും ഇല്ല ബാക്കി വരാൻ. സോ 1 is equal to I by, ഇവിടെ വരുന്നത് I dash by A by 2 the whole square ആയിരുന്നു, A പോയി, അപ്പൊ 1 by 2 the whole square, that is 1 by 4 വരും. ഈ 4 മുകളിലേക്ക് വരുമ്പോൾ 4I dash എന്ന് വരും. ഓക്കെ, 4I dash എന്ന് വരും. ഓക്കെ, സോ I can write here it as 4I dash. അപ്പൊ I dash is equal to I by 4 ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്ട്രെയിറ്റ് വയർ മാഗ്നറ്റിക് ഫീൽഡ് കോസ് ചെയ്യും. അപ്പൊ ഡയറക്ട്ലി ഇക്വേഷൻ എടുക്കും mu0 I by 2 pi r എന്ന് എഴുതും. പക്ഷെ ഇവിടെ this dimension, the dimension of the conductor is given to you. If the dimension of the conductor is given to you, നമ്മൾ എന്ത് ചെയ്യണം അവിടെ? We have to take into account ആ A by 2 വരെ ആ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ, ആ ഒരു കണ്ടക്ടിങ് പോർഷൻ എത്രമാത്രം കറന്റ് അവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഹിന്റ് തന്നിട്ടുള്ളത് കറന്റ് is uniformly distributed over its cross section എന്നാണ്. അപ്പൊ കറന്റ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വെൽ ആൻഡ് ഗുഡ്, ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു ചെറിയ സിലിണ്ടർ വരച്ചു, അതിന്റെ റേഡിയസ് A by 2 എന്ന് എടുത്തു. നമ്മളപ്പോ J സെയിം ആണ്, അപ്പൊ J equal to I by A. ഇതെന്താ ഫസ്റ്റ് കേസ് മൊത്തം കണ്ടക്ട് എടുക്കുമ്പോൾ കേസ് ആട്ടോ. അപ്പൊ I by pi A സ്ക്വയർ വരും, ഇക്വേഷൻ 1. സെക്കൻഡ് കേസ് വരുമ്പോഴോ ഈ ചെറിയ പോർഷൻ എഴുതി, അവന്റെ കറന്റ് I അല്ല, I dash ആണ്. ഇറ്റ്സ് ഡിഫറെന്റ്, കാരണം ഈ ബാക്കിയുള്ള പോർഷൻ ഇല്ലേ അവിടെയൊക്കെ ചാർജ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പോർഷനിലല്ല ടോട്ടൽ ചാർജ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? J is equal to I dash by pi A by 2 the whole square. J മാറില്ല, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? I dash is equal to I by 4. Okay, മക്കളെ, once we get this much, the question is half solved. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പകുതി സോൾവ് ആയി അവിടെ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് let's see. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു I dash is equal to I by 4 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ സ്ട്രെയിറ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. വാട്ട് ഇസ് ഇക്വേഷൻ? The magnetic field due to a straight current carrying conductor. അതിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? Magnetic field is equal to, പറഞ്ഞേ, mu0 I by 2 pi r. mu0 I by 2 pi r. Okay, അപ്പൊ ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ. അപ്പൊ ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ക്വസ്റ്റനില്, പക്ഷേ ലോങ് സ്ട്രെയിറ്റ് വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ ലോങ് വയർ. അപ്പൊ mu0 I by 2 pi r. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ആരാ ആദ്യം ഉത്തരം പറയുന്നത് നോക്കട്ടെ? ഫസ്റ്റ് പാർട്ട് mu0 എന്നെ ഹെൽപ്പ് ചെയ്യട്ടോ, വേഗം ഉത്തരം പറയാം. റേഷ്യോ എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, ഞാൻ നിങ്ങളോട് ചെയ്യാം. അപ്പൊ mu0 I പകരം നമ്മൾ I dash ഇടണം. I dash എന്ന് പറയുമ്പോൾ I by 4 ആണ്. അപ്പൊ 2 pi ഉണ്ട്. R ന് പകരം A by 2 ആണ്.
ഒരു 4 ഒരു 2 പോയി കഴിഞ്ഞപ്പോൾ വിൽ ബി ഗെറ്റിംഗ് μ0I by 4πa. ഇതാണ് ബി കിട്ടുന്നത്. ഇനി എനിക്ക് ബി ഡാഷ് കണ്ടുപിടിക്കണം. ബി ഡാഷ് കണ്ടുപിടിക്കാൻ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. 2a ആണ് ഡിസ്റ്റൻസ്. അപ്പൊ നമ്മുടെ ഫോർമുലയിൽ 2a എന്ന് പറഞ്ഞാൽ ഇവിടം വരെ a ആണെന്ന് അറിയാം. 2a എന്ന് പറയുമ്പോൾ മേ ബി ഓവർ ഹിയർ 2a. ഓക്കെ, അപ്പൊ 2a എന്ന് പറയുന്ന ഒരു വലിയൊരു സിലിണ്ടർ കൺസിഡർ ചെയ്താൽ നമ്മൾ ആക്ച്വലി ഇവിടെ 2a എന്ന പോർഷനിലെ ഫീൽഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ 2a വരെയുള്ള എൻക്ലോസ്ഡ് കറന്റ് അറിയണം. പക്ഷെ 2a വരെയുള്ള എൻക്ലോസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം എന്താ, നമ്മളിങ്ങനെ വലിയൊരു സിലിണ്ടർ ഇവിടെ വരച്ചാലും എൻക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയൊരു സിലിണ്ടർ ഇവിടെ വരച്ചാലും ഈ ചുവന്ന സിലിണ്ടറിനകത്ത് മാത്രമേ കറണ്ട് ഫ്ലോ ഉള്ളൂ. ഇത് ലോങ് ആണ്, ഞാൻ റെസ്ട്രിക്റ്റഡ് ആയി വരച്ചതേ ഉള്ളൂ. ഇതിനകത്ത് മാത്രമേ കറണ്ട് ഫ്ലോ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ രണ്ടാമത് ഒരു ലൂപ്പ് വരയ്ക്കണമെന്നോ ആംബിയൻ ലൂപ്പ് വരയ്ക്കണമെന്നൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം 6 ഡിസ്റ്റൻസ് 2a ആണെന്ന് എഴുതാം. ഇങ്ങനെ വരച്ചു നോക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോ ബി ഡാഷ് എടുക്കുമ്പോൾ അഗെയിൻ ദ സെയിം ഫോർമുല, ദാറ്റ് വിൽ ബി μ0I. ഐ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. കാരണം ഇത്രയും ഭാഗത്ത് എൻക്ലോസ് ചെയ്യുന്ന കറന്റ് ഐ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്ട്രൈറ്റ് അവേ യു ക്യാൻ ടേക്ക് ദിസ് ഐ ഡിവൈഡഡ് ബൈ 2π. r എന്ന് പറയുമ്പോൾ 2a ആണ്. You have two equations here now. You can take the ratio and you can find the answer. What will be the answer, my dear students? പറഞ്ഞേ. അപ്പൊ b by b dash is equal to 1. അപ്പൊ b by b dash is equal to 1. കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തിട്ട് കിട്ടിയ ആൻസർ 1 എന്നേ. Okay, that is the beauty of physics. Okay, right now I hope this question is clear. So with that we are moving on to the next question. Yes, ഇനി കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നടക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. We'll take this question. Yes. A long solenoid of 50 centimeter length having 100 turns carries a current of 2.5 ampere. The magnetic field at the center of the solenoid is. Solenoid in the center of the magnetic field and that is a question. Alle, solenoid in the center of the magnetic field. Appo adum thana solenoid endanu ariyanam. Let's see what is a solenoid. വളരെ സിമ്പിൾ ആണ്. ഒരു സോളിനോയിഡ്, ഞാനൊരു സോളിനോയിഡ് വരച്ചു. ഇതാണ് സോളിനോയിഡ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ സോളിനോയിഡിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് അധികം പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഐ എം നോട്ട് ഷുവർ വെദർ ഐ ടോൾഡ് യു ദിസ്. ഒരു ലൂപ്പിലൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു സൗത്ത് പോളും നോർത്ത് പോളും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ നോക്കുന്ന സൈഡിൽ ഇഫ് ഐ എം ലുക്കിംഗ് ഫ്രം ഹിയർ, ഞാൻ ഇവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരച്ചതിനർത്ഥം ഈ സൈഡില്ലേ ഇത് ബിഹൈൻഡ് വരുന്നത്, ഈ സൈഡാണ് ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചതിന്റെ അർത്ഥം, ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ചതിന്റെ. അപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഞാൻ നോക്കുമ്പോൾ കറണ്ട് എങ്ങനെയാ പോകുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ദാറ്റ് സൈഡ് വിൽ ബി ടേക്കൺ ആസ് ദ നോർത്ത് പോൾ. അപ്പൊ ഇപ്പത്തെ സൈഡിൽ ഞാൻ നോക്കുമ്പോൾ എന്തായാലും അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ദ സൗത്ത് പോൾ. ഓർത്ത് വെക്കുക പോയിന്റ്. ഞാൻ നോക്കുമ്പോൾ കറണ്ട് ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ that side will be treated as the north pole and അപ്പുറത്തെ സൈഡ് ആയിരിക്കും അപ്പൊ സൗത്ത് പോൾ വരിക. അതായത് ഇത് പറഞ്ഞതിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ, ഒരു ലൂപ്പ് ഒരു മാഗ്നറ്റിന്റെ ഒരു പ്രതീതി ക്രിയേറ്റ് ചെയ്യും. And a solenoid is said to be equivalent to a bar magnet. ഒരു സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റിന് ഈക്വലന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ കറസ്പോണ്ടിങ് PPT നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അതിന്റെ കറസ്പോണ്ടിങ് തിയററ്റിക്കൽ നോട്ട്സ് ഉള്ളതും അയച്ചു തരാം. സോ ദാറ്റ് വിൽ ബി ക്ലിയർ. അത് കുറച്ച് നിങ്ങൾ ചുമ്മാ PPT പ്രസന്റേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ ഇടയിൽ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരു സോളിനോയിഡ് എടുക്കുമ്പോൾ 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. ഷോർട്ട് സോളിനോയിഡ് ഉണ്ട്, ലോങ് സോളിനോയിഡ് ഉണ്ട്. ലോങ് സോളിനോയിഡ് എന്ന് പറയുമ്പോൾ whose length is greater than 5 times its radius. അപ്പൊ ഇവന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ 5 ടൈംസിനേക്കാളും ലെങ്ത് ഉള്ളതിനെയാണ് നമ്മൾ ലോങ് സോളിനോയിഡ് എന്ന് പറയാറ്. അപ്പൊ ഈ സോളിനോയിഡ് പല ടൈപ്സ് ഉണ്ട്. കോർഡ് സോളിനോയിഡ് ഉണ്ട്, എയർ കോർഡ് സോളിനോയിഡ് ഉണ്ട്. കോർഡ് സോളിനോയിഡ് എന്ന് പറയുമ്പോൾ നടുക്കൊരു കോർ ഉണ്ടാവും. വിൽ ഹാവ് എ കോർ, ഒരു പെർമിബിലിറ്റി ഉള്ള ഒരു കോർ ഉണ്ടാവും. എയർ കോർഡ് ആണെങ്കിൽ ഒന്നുമില്ല, എയർ ആണ്. ഓക്കെ, നൗ
ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് എ കോർ. ഒരു കോർ വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ അവന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ വാല്യൂ നമുക്ക് കൂട്ടാൻ പറ്റും. വി കൻ ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓവർ ദാറ്റ്. ഓക്കെ, അപ്പം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് അത് വരണത് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്റെ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല, ബിക്കോസ് ഫോർ ഡെറിവേഷൻ ആൻഡ് എവറിത്തിങ് ആൻഡ് സെപ്പറേറ്റ് വീഡിയോസ് ഐ എം ഗിവിംഗ് യു, ഐ എം ഗോണ ഗിവ് യു. ഈ മാസം തന്നെ അവസാനത്തോടെ തരും. കുറെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. സോ ഐ ബി ഗിവിംഗ് യു ദാറ്റ്. സോ ഞാൻ അതിന്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പോകുന്നില്ല കേട്ടോ. അപ്പൊ മെത്തേഡ് മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്. സോ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ നമ്മളൊരു ആംപീരിയൻ ലൂപ്പ് എടുക്കും. ഓക്കെ, ആംപീരിയൻ ലൂപ്പ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് ഇവിടെ ഔട്ട്സൈഡ് ഇല്ല, ഇവിടെ പെർപെൻഡിക്കുലർ ആവുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവത്തില്ല. ഈ നടുക്ക് ലൈൻ വരച്ചില്ലേ, ഇതിലൂടെ മാത്രമാണ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വരാൻ പോകുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, ഒരു സോളിനോയിഡ് നമ്മൾ എടുക്കുമ്പോൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സോളിനോയിഡ് വിൽ ബി അലോങ് ഇറ്റ്സ് ആക്സിസ്. ഈ ആക്സിസിലൂടെ വരുന്ന സോളിനോയിഡിന്, ആക്സിസിലൂടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് വാല്യൂസ് എസ്പെഷ്യലി ഉണ്ടാകും. ഇവന്റെ ആക്സിസിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ രണ്ട് വാല്യൂസ്. അതായത് ഇവന്റെ സെന്ററിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നതെങ്കിൽ സെന്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്റ് അറ്റ് എ പോയിന്റ് away from its ends എന്നാണ് പറയുന്നത്. അറ്റ് എ പോയിന്റ് away from its ends ഒന്ന് പറഞ്ഞു മക്കളെ. അറ്റ് എ പോയിന്റ് away from its ends. അപ്പൊ എൻഡിൽ നിന്ന് ഒരു ദൂരെയുള്ള ഒരു പോയിന്റ്. അപ്പൊ ലോങ് സോളിനോട് നല്ല ലെങ്ത് ഉണ്ട്. ദൂരെയുള്ള പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ μ0 ni. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ μ0 ni. ശ്രദ്ധിക്കുക, അവിടെ μ0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. സോ μ0 എന്ന് പറയുമ്പോൾ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. വാല്യൂ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സ്മോൾ n is the number of turns per unit length and I is the current. അപ്പൊ B is equal to μ0 ni ആണ്. ഓർക്കുക, μ0 ni. So μ0 n by L into I. ഇനി എൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലോ മക്കളെ, എൻഡിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 ni by 2 ആയിരിക്കും. എൻഡിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് എന്താണ്? μ0 ni by 2 ആയിരിക്കും എൻഡിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓർത്ത് വെക്കുക കേട്ടോ, along the axis μ0 ni ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ മിക്കവാറും 2020 ഇതിന് ക്വസ്റ്റ്യൻ വന്നു നീറ്റിനൊക്കെ. അപ്പോ ജെയ്ക്ക് കീമിന് മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇതിൽ നിന്നൊരു ചോദ്യം വരാറുണ്ട് കേട്ടോ, സോളിനോയിഡിൽ നിന്ന്. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് സോൾവ് ചെയ്യാം, വളരെ സിമ്പിൾ ആണ്. അപ്പൊ μ0 ni by 2 ആണ് എൻഡില്, ആക്സിസിൽ എന്താണ്? μ0 ni ആണ്. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ദീസ് ടു ഇക്വേഷൻസ്. ഇനി ഒരു അഡീഷണൽ പോയിന്റ് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളം പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം ഓൾറെഡി ഉണ്ട്. ഒരു ലൂപ്പ് എടുക്കുമ്പോൾ ഒരു സൈഡ് നോർത്ത്, ഒരു സൈഡ് സൗത്ത് വന്നു അല്ലെ? ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഈ സൈഡ് നോർത്ത് വരുമ്പോ ഈ സൈഡ് സൗത്ത്, ഈ സൈഡ് നോർത്ത്, ഈ സൈഡ് സൗത്ത്, ഈ സൈഡ് നോർത്ത്, ഈ സൈഡ് സൗത്ത്. മക്കളത് നോക്കിക്കേ, ഇവിടെ ഞാൻ വേറൊരു കളറിൽ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ. ഈ സൈഡ് നോർത്ത്, ഈ സൈഡ് സൗത്ത്. ലൂപ്പ് എടുക്കുവാണെങ്കിൽ ചുമ്മാ റാൻഡം ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. ഈ സൈഡ് നോർത്ത്, ഈ സൈഡ് സൗത്ത്, ഈ സൈഡ് നോർത്ത്, ഈ സൈഡ് സൗത്ത്. വരുന്നുണ്ടോ? നോർത്തും സൗത്തും. അപ്പൊ ഇതൊരു ലൂപ്പിന്റെ, ഇത് അടുത്ത ലൂപ്പിന്റെ. ഈ നോർത്തും സൗത്തും എന്താ ചെയ്യുന്നേ? അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? പറഞ്ഞേ, നോർത്ത് സൗത്ത് എന്ത് ചെയ്യും? Attract ചെയ്യും. മക്കളെ എന്നാ സംഭവിക്കുന്ന അറിയോ? ഈ സോളിനോയിഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒറിജിനൽ ലെങ്ത് 2 മീറ്റർ ആണെന്ന് വിചാരിച്ചു ഈ സോളിനോയിഡിന്റെ. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ അട്രാക്ഷൻ കാരണം ഉണ്ടല്ലോ, ഈ ലൂപ്പ് അങ്ങ് ചുരുങ്ങും. The length of the loop decreases. Previous question ആണ്, ശ്രദ്ധിച്ചോളാം. The length of the loop decreases. എന്ത് പറഞ്ഞ? ഈ നോർത്തിന്റെയും സൗത്തിന്റെയും, ഈ നോർത്തിന്റെയും സൗത്തിന്റെയും അട്രാക്ഷൻ കാരണം the length of the loop decreases. മറക്കാതെ ഓർത്ത് വെച്ചോളാം. ഓക്കെ, സോ നൗ മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട് അവിടെ ഓർത്ത് വെക്കാൻ. The force between two current carrying conductors എന്ന കൺസെപ്റ്റ് പറഞ്ഞാലേ ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ചേർത്ത് പറയാം. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ പിന്നെ വരും കേട്ടോ. ഇത്രയും സ്പേസ് മതി നമുക്ക്.
ഫോഴ്സ് ബിറ്റ്വീൻ ടു കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പൊ രണ്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്തു. I need to define what is the force between these two current carrying conductors. Current carrying ആണ്. ഓക്കെ, അപ്പൊ ഇവന്റെ കറന്റ് I എന്ന് വിളിക്കാം, ഇവന്റെ കറന്റ് I1 എന്ന് വിളിക്കാം, ഇവന്റെ കറന്റ് I2 എന്ന് വിളിച്ചു, ഇഷ്ടമുള്ള പേര് വിളിക്കാം. Now according to thumb rule നമുക്കറിയാം I1 will be creating a magnetic field around it. I1 അവന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്റെ ക്വസ്റ്റ്യൻ ഫോർ യു ഗൈസ്, I1 I2ന്റെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഐ റിപ്പീറ്റ്, I1 I2ന്റെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കുമോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കുമോ? തമ്പ് റൂൾ പിടിച്ചു നോക്കിയോ? തമ്പ് റൂൾ ഒന്ന് കറക്കി നോക്കിയോ? വെരി ഗുഡ്, ഇൻടു. എല്ലാവർക്കും മനസ്സിലായോ? I1ന്റെ കൂടെ അങ്ങ് തമ്പ് പിടിച്ചേ. I1ന്റെ അവിടെ തമ്പ് പിടിക്കുമ്പോ സ്ക്രീനിൽ നോക്കി പിടിച്ചാൽ മതി. I1ന്റെ അവിടെ തമ്പ് പിടിക്കുമ്പോ if I'm curling my fingers, the direction in which I curl my fingers gives the direction of the magnetic field. അപ്പൊ ഞാൻ ഇങ്ങനെ കേൾ ചെയ്തു മക്കളെ, ഇങ്ങനെ കേൾ ചെയ്ത് കഴിഞ്ഞപ്പോ ഈ കേൾ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെ. അപ്പൊ I2ന്റെ അവിടെ into the screen into ആണ്. അപ്പൊ into നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് into. ഇനി I2ന്റെ അവിടെ ഈ കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അറിയണം. ഓക്കെ, ഫോഴ്സ് അറിയാൻ വേണ്ടി നമുക്ക് ഏത് റൂൾ യൂസ് ചെയ്യാം? The force experienced by a current carrying conductor. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. So Fleming's left hand rule, FBI, father, mother, child, or FBI, എനിക്ക് FBI ഇഷ്ടം, Federal Bureau of Investigation, FBI. F for force, B for magnetic field, I for current. Okay, അപ്പോ I2ന്റെ അവിടെ ഫീൽഡ് എങ്ങോട്ടാ? പിടിച്ചു നോക്കണേ മക്കളെ, എല്ലാവരും നിങ്ങൾ കൈ പിടിച്ചു നോക്കണം. സാറിന്റെ കൈ നോക്കിയിട്ട് കാര്യമില്ല, മനസ്സിലാവത്തില്ല. നിങ്ങൾ അതിനകത്ത് നോക്കണം, ആ കൈ നിങ്ങളുടെ I2ന്റെ അവിടെ പിടിച്ചു നോക്കണം. ഫീൽഡ് അകത്തോട്ടാ. കൈ അവിടെ പിടിച്ചു നോക്കണേ, ഞാൻ അവിടെ പിടിക്കുക. കറന്റ് മുകളിലേക്കാ. ഫോഴ്സ് എങ്ങോട്ടാ വരുന്നേ? ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ? നിങ്ങൾ പിടിച്ചു നോക്കിയിട്ട് പറ. റൈറ്റിലേക്കല്ല, ലെഫ്റ്റിലേക്ക്. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ F എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ എഴുതും? F is equal to ILB ആണെന്ന് നമുക്കറിയാം അല്ലെ? ILB. ഇവിടെ സൈൻ തീറ്റയുടെ ആവശ്യമില്ല മക്കളെ. ടെൽ മീ, സൈൻ തീറ്റ എഴുതണം ഇവിടെ. Sin 90. Why is sin 90? നോക്കിക്കേ, കണ്ടക്ടർ മുകളിലേക്ക് ഫീൽഡ് അകത്തേക്ക്, കണ്ടക്ടർ മുകളിലേക്ക് ഫീൽഡ് അകത്തേക്ക്. വാട്ട് ഇസ് ദി ആംഗിൾ? 90 ഡിഗ്രി അല്ലെ? 90 ഡിഗ്രി ആംഗിൾ. സോ ILB സൈൻ തീറ്റ എഴുതേണ്ട ആവശ്യമില്ല, കാരണം സൈൻ 91 ആവും. ഇനി ഫോഴ്സ് ഇസ് ഈക്വൽ ടു ILB. അപ്പൊ I2 ആണ്, I2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ I2 into L into B. ഈ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കോസ് ചെയ്യുന്നത് I1ന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് അവൻ ഇരിക്കുന്നത്, B1. And this is a long straight current carrying conductor. What is a magnetic field due to a long straight current carrying conductor, guys? Mu 0 I by 2 pi r. അത്രേ ഉള്ളൂ. Mu 0 I by 2 pi r. Mu 0 I, ഇവിടെ I1 ആ, ഇവനാ കോസ് ചെയ്യുന്നത് അല്ലെ? 2 pi. നമുക്ക് ഈ ഡിസ്റ്റൻസിന് D എന്ന് വിളിക്കാം. R എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ D എന്ന് വിളിച്ചു. 2 pi D. Okay, Mu 0 I1 by 2 pi D. Now we can write from here, L ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. F by L is equal to mu 0 എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, I1 I2 by 2 pi D. And this is the force experienced by, or the force between, or the force per unit length between two current carrying conductors I1 and I2. And മക്കളെ സെക്കൻഡ് പാർട്ട് ഞാൻ നിങ്ങൾ ചെയ്ത് കാണിക്കുന്നില്ല. സെക്കൻഡ് പാർട്ട് ഇതിന്റെ ഡിറ്റോ ആണ്. അതായത് I2 I1നെയും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിന്റെ ഡയറക്ഷൻ മാത്രം ഒന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാനും ഹാപ്പി. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഓർത്ത് വീണ്ടും ഞാൻ ഹാപ്പി. അപ്പോ ജസ്റ്റ് ഒന്ന് I2 I1ന്റെ അവിടെ കോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഫോഴ്സിന്റെ ഡയറക്ഷനും എനിക്കൊന്ന് പറഞ്ഞു തരുമോ? I1ന്റെ അവിടെ കോസ് ചെയ്യുന്നത്. കൈ പിടിച്ചു നോക്കി പറഞ്ഞു. Out of the plane. Okay. 100%. Yes. ഞാൻ into the plane ആണെന്ന് പറഞ്ഞാലോ? സമ്മതിക്കോ?
No. സമ്മതിക്കരുത്. ഓക്കെ, സോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. വെരി ഗുഡ്. I1ന്റെ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് റൈറ്റിലേക്കാണ്. I2 എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ്. I1 എക്സ്പീരിയൻസ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. രണ്ടും നോക്കിക്കേ. If the currents are in the same direction, the conductors are moving towards each other. Very important property. രണ്ട് കറന്റ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ the conductors are moving towards each other. അവർ അടുത്തേക്കാണ് നീങ്ങുന്നത്, അല്ലെ, ദൂരേക്കല്ല. They are getting attracted to each other. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് ആണെങ്കിലോ repel ചെയ്യും. Opposite ആയിരുന്നെങ്കിൽ they will be repelling each other. So if current is in same direction, നോട്ട് ചെയ്ത് വെച്ചോളെ മക്കളെ, is in same direction, they will attract. അപ്പൊ രണ്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് കറന്റ് ഫ്ലോ ചെയ്യുന്നു, രണ്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സിലൂടെ രണ്ടും സെയിം ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ they will be attracting each other, and ഒരാളുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി, അതായത് ഒരാൾ മുകളിലേക്കും മറ്റേയാൾ താഴത്തേക്കും ആയാൽ they will be repelling each other. കാരണം ഫോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങനെ ആയിരിക്കും. ഓക്കെ, സോ ആ കൺസെപ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആ കൺസെപ്റ്റ് നമ്മൾ ഇതാണ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുക നമ്മുടെ ലൂപ്പിൽ. ശ്രദ്ധിച്ചോളെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നേ, ഞാൻ രണ്ട് സെഗ്മെന്റ്സ് എടുക്കുക, മുകളിലും താഴെ. സ്ക്രീനിൽ നോക്കിക്കോളണം. കറണ്ട് ഇവിടെ ഇങ്ങോട്ട്, കറണ്ട് ഇവിടെ ഇങ്ങോട്ട്. കണ്ടോ? മുകളില് കറണ്ട് എങ്ങോട്ടാ? ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ താഴെ കറണ്ട് റൈറ്റ് സൈഡിലേക്കാണ്. രണ്ട് സെഗ്മെന്റ്സ് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. ഒരു ഡയമീറ്റർ വരച്ച ഡയമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സെഗ്മെന്റ്സ്. മക്കളെ, അത് രണ്ടും സെയിം ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനോ പറയാമോ? ശ്രദ്ധിച്ചു നോക്കുക. ഓപ്പോസിറ്റ് ആണ്. വെരി ഗുഡ്. മുകളിലുള്ളത് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഒരു കറണ്ട്, ഈ കറണ്ട് തന്നെ കറങ്ങി 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 ഇവിടെ ഇങ്ങനെ എത്തുന്നേ, സെയിം കറണ്ട്. അപ്പൊ പക്ഷെ ഈ രണ്ട് സെഗ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ലെഫ്റ്റിലേക്കും ഇവൻ റൈറ്റിലേക്കുമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ച കൺസെപ്റ്റ് അനുസരിച്ച് if two current carrying conductors are carrying currents in the opposite direction, അവർ എന്ത് ചെയ്യണം? റിപ്പൽ ചെയ്യണം. അപ്പൊ സോളിനോഡിൽ എന്ത് പറ്റുമെന്ന് അറിയോ? ഞാൻ സോളിനോഡിൽ ആദ്യം പറഞ്ഞു, ഒരു സോളിനോഡിൽ ഒരു നോർത്തും സൗത്തും പോൾ വരുമ്പോൾ ഒരു അട്രാക്ഷൻ വരും. അപ്പൊ ഒറിജിനൽ ലെങ്ത് 2 മീറ്റർ ആണെങ്കിൽ ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ 2 മീറ്റർ കുറഞ്ഞ് ചിലപ്പോൾ 1.8 അങ്ങനെ എന്തെങ്കിലും വരാം. ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പേസിംഗ് ആൻഡ് എവരിതിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരാം, ലെങ്ത് കുറയും when a current is passed through it. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഈ ഒരു സോളിനോയിഡ് എടുക്കുമ്പോഴും ലൂപ്പ് അല്ലേ, ഇതുപോലത്തെ ഇത് ഒറ്റ ലൂപ്പ്, ഇതുപോലത്തെ കുറെ ലൂപ്സ് ആണ് വരുന്നത്. അപ്പൊ ഏത് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് മക്കളെ നിങ്ങൾ എടുത്താലും അവരെന്തായിരിക്കും? കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. നോക്കിക്കേ, ഞാൻ ഇവിടെ എടുത്തൊരു പോയിന്റ്, ഇവിടെ എടുക്കുമ്പോൾ ഇവിടുത്തെ കറണ്ട് ഇങ്ങോട്ട്, ഇവിടുത്തെ കറണ്ടോ മോളിട്ട്. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനല്ലേ, റിപ്പൽ ചെയ്യും. അപ്പൊ എന്നാ പറ്റുന്ന അറിയോ? നമ്മളൊരു കോറില് ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്ത് വെച്ചേക്കുമായിരിക്കും സോളിനോയിഡ്. പക്ഷേ when the current is passing through it, there is a chance that ഇതാണ് എന്റെ കോർ എന്ന് വിചാരിച്ചോ, ഒരു മാഗ്നറ്റിക് കോർ, ഞാൻ അയണിന്റെ എന്തെങ്കിലും ഒരു കോർ വെച്ചേക്കുന്നത്, ഈ സാധനം ഇങ്ങനെ ഊർന്നിറങ്ങി ഇങ്ങനെ പോരും. This can move freely inside. എപ്പോ? if a current is passed through the solenoid. റീസൺ എന്താണ്? അതിന്റെ ഓരോ ഡയമട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് എടുക്കുമ്പോഴും അവിടെ കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് അവിടെ റിപ്പൽഷൻ നടക്കും. റിപ്പൽഷൻ കാരണം there is a high chance അല്ല, there is a sure chance that it will get loosened up. നമ്മുടെ കണ്ടക്ടർ കുറച്ചുകൂടി റിപ്പൽഷൻ കാരണം ഇങ്ങനെ ചേർന്നിരുന്നത് ഒന്ന് ലൂസൺ അപ്പ് ആവും. ഇവന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കോറിലൂടെ ഇങ്ങനെ ഊർന്നിറങ്ങി പോകാൻ സാധിക്കും, നമ്മുടെ സോഫ്റ്റ് ആൻഡ് കോറിന്, നമ്മുടെ സോളിനോഡിന്റെ കോറിനകത്തൂടെ, സോളിനോഡിന് അകത്തൂടെ. ഓക്കെ, സോ ദാറ്റ് പോയിന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ സോളിനോഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ μ0 Ni ആണ്, μ0 Ni/2 ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. അതിന്റെ കൂടെ തന്നെ ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്. ഞാൻ വളരെ സ്ട്രെസ് കൊടുത്ത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങൾ ഉറപ്പാണ്, ചിലപ്പോൾ 3 ചോദ്യങ്ങളും വരാം നീറ്റ് എൻട്രൻസ് എക്സാമിനേഷന്. ഓൾറൈറ്റ് മക്കളെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ കറസ്പോണ്ടിങ് ടു സോളിനോയിഡ്. അപ്പൊ നമ്മൾ 2 വലിയ കൺസെപ്റ്റ്സ് വച്ചു. അതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഇതിന് രണ്ടിന്റെയും കറസ്പോണ്ടിങ് ചോദ്യങ്ങൾ ചെയ്യാം. A long solenoid 50 centimeter length having 1000 turns
1 2 അല്ല 100 ടേൺസ്. അപ്പൊ 100 ടേൺസ്. Now ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? കറന്റ് തന്നിട്ടുണ്ട് 2.5 ആംപിയർ. The magnetic field at the center. Magnetic field at the center. What is the formula, my dear students? Tell me. mu 0 ni. എത്രയേ ഉള്ളൂ? mu 0 ni. നിസ്സാരമായിട്ട് ചെയ്യാം. 2020 ക്വസ്റ്റ്യൻ ആണ്. mu 0 ni. വെരി സിമ്പിൾ അല്ലേ? mu 0 വാല്യൂ എത്രയാ? അത് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് സുഖ ചെയ്യാൻ, എല്ലാം തന്നേക്കും അവര്. ഇത്രയും എളുപ്പം ഈ വർഷം എക്സ്പെക്ട് ചെയ്ത് പോകണ്ട. ബട്ട് ചെയ്യണത്. സോ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. 100 ടേൺസ് ഉണ്ട്. ലെങ്ത് എത്രയാ? 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്യാൻ മറന്നു പോരുത്. സെന്റിമീറ്റർ ടു മീറ്റർ 10⁻⁻2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 50 സെന്റിമീറ്റർ മീറ്റർ ആക്കി മാറ്റാം. 50/100. That's it. I is what? 2.5. Okay. So solve it and tell me the answer. So option A is the correct answer. Very good. Direct substitution question ആണ്. Option A is the right answer. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇതിന് സിമിലർ ആയിട്ട് ഒരു ചോദ്യം കൂടെ ചെയ്യാം. പെട്ടെന്ന് ഈ കൺസെപ്റ്റ് അങ്ങ് തലയിൽ കയറിക്കോട്ടെ. അപ്പൊ സിമിലർ ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും എഴുതിയെടുക്കുക. mu 0 ni ആണ്. ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് സോൾവ്. ചുമ്മാ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് and you get the answer as option A. So moving on to the next question, my dear students. ഒന്നുമില്ല, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം. mu 0 ni ആണ്. ഇവരെന്താ ചെയ്തത്? കറന്റ് ഡബിൾ ചെയ്തു. Number of turns per centimeter half. So B is equal to mu 0 n/2 2i. അല്ലെ, കറന്റ് ഡബിൾ ചെയ്തപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഹാഫ് ആക്കി. അപ്പൊ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ലല്ലോ. 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ B ഡാഷ് എന്ത് തന്നെയാ? mu 0 ni. അപ്പൊ B തന്നെയാ. It remains the same, no change. Okay, very good. Next question. ഇതിന്റെ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. കറന്റ് ക്യാരി കണ്ടക്ടേഴ്സിന്റെ കൺസെപ്റ്റ്. അപ്പൊ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. 2016 നീറ്റ് 1. ക്വസ്റ്റ്യൻ നമ്പർ 56 നമുക്കൊന്ന് ചെയ്യാം. A square loop ABCD carrying a current I is placed near a coplanar, placed near and coplanar. Okay, placed near and coplanar with a long straight conductor XY carrying a current I. ഓക്കെ, അപ്പൊ രണ്ടുപേരും സെയിം പ്ലെയിനിലാണ് വെച്ചേക്കുന്നത്. കോപ്ലെയിനാന്ന് വെച്ചാൽ രണ്ടുപേരും സെയിം പ്ലെയിനിലാണ് വെച്ചേക്കുന്നത്. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഐ ഉണ്ട്, ലോങ് സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണ്. അത് ഇവരങ്ങനെ പറയുന്നത് അറിയാം, അവൻ കോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവാൻ. അപ്പൊ ലോങ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അവൻ കോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തുവാ? mu 0 I/2πr. mu 0 I/2πr. Exactly, mu 0 I/2πr. The net force on the loop will be. ലൂപ്പിലുള്ള നെറ്റ് ഫോഴ്സ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ AB എന്ന പോർഷനും CD എന്ന പോർഷനുമാണ് അവിടെ ഫോഴ്സ് ഫീൽ ചെയ്യാൻ പോകുന്നത്. കാരണം BC ഇവന് പെർപെൻഡിക്കുലർ ആണ്. BC ഇവന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവനവിടെ ഒരു ഫോഴ്സ് ഫീലിംഗ് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ABയും CDയും വാട്ട് ഇസ് ദ ഫോഴ്സ് അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ABയും ഈ കണ്ടക്ടറും ദേ ആർ ഹാവിങ് കറന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇവർ ആക്ച്വലി എന്തെങ്കിലും അട്രാക്ട് ചെയ്യണം. CDയും ഈ കണ്ടക്ടറും ഇവർ കറന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പൊ അവിടെ വരുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ ഫോഴ്സിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. എന്തായാലും ഇതാണ് അടുത്ത് കിട്ടുന്നത്. അപ്പൊ ഇവന്റെ എഫക്റ്റ് ആയിരിക്കും കൂടുതൽ എന്നറിയാം. അപ്പൊ ഓപ്ഷൻസിൽ അട്രാക്റ്റീവ് റിപ്പൾസീവ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അട്രാക്റ്റീവ് എന്ന് പറയാം. കാരണം ഈ സെയിം ഡയറക്ഷനുള്ള കണ്ടക്ടർ ആണ് ഇവിടെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ അടുത്ത് നിൽക്കുന്നത് ഇവനായതുകൊണ്ട് ഇവന്റെ പ്രസൻസ് ആയിരിക്കും, അവന്റെ ഒരു ഫോഴ്സ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പൊ ഓപ്ഷൻസിൽ അട്രാക്റ്റീവ് റിപ്പൾസീവ് എന്നൊക്കെ സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതും പെട്ടെന്ന് ചെയ്യാം, പക്ഷെ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പൊ ഏത് ഫോർമുല യൂസ് ചെയ്യണ്ടേ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു ഫോർമുല mu 0 I1 I2/2 by d. ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കി മക്കളെ. Again I'll give you 1 minute for that. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. ആൻസർ കിട്ടുവാണെങ്കിൽ പറയാട്ടോ.
also doing along with you guys. Okay, Maklay. So the correct answer is option C. Okay, let's see. ഇങ്ങനെ ചെയ്യേണ്ട കൺസെപ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു. ആദ്യം FAB എന്ന് ഞാൻ എഴുതിയത് AB എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടർ കാരണം. വാട്ട് ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ AB എന്ന കണ്ടക്ടർ? യൂസ് ചെയ്യുന്ന ഫോർമുല μ0 II L ബൈ നമ്മുടെ ഫോർമുല μ0 I1 I2 ബൈ 2 ബൈ T. ചില ബുക്കിലെ ഫോർമുല നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണും μ0 ബൈ 4 ബൈ 2 I1 I2 ബൈ T. അത് കറക്റ്റ് ആണ്. 2 ക്യാൻസൽ ചെയ്തിട്ടുള്ള ഫോർമുലയാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, സോ ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അപ്പൊ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പൊ താഴെ എൽ ഉണ്ടായിരുന്നു, ആ എൽ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുകൊണ്ടാണ് ആ എൽ അവിടെ കിടക്കുന്നത്. ഇനി FCD, ഈ CD എന്ന കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം. ഇത്രയും L/2 ആണ്, ഇത്രയും L ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? L പ്ലസ് L/2. L പ്ലസ് L/2 മീൻസ് 3L/2. ഓക്കെ, അഗൈൻ ഡയറക്റ്റ് ഫോർമുല ഇട്ടു μ0 ബൈ 2 ബൈ D 3L/2 ആണ്. IIL. ഇനി എന്നാ ചെയ്യണ്ടേ? ആഡ് ചെയ്യരുത്, സബ്ട്രാക്ട് ചെയ്യണം. ഞാൻ അതിവിടെ പ്ലസ് എഴുതി വെച്ചേ. പ്ലസ് ചെയ്യരുത്, എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. കാരണം എന്താ? ഇവൻ ഇങ്ങനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഇവന് അട്രാക്ഷൻ ആണോ? അല്ല, റിപ്പൾഷൻ ആണ്. Okay, so this guy AB is actually getting attracted here, CD is actually getting repelled. Subtract ചെയ്യണം. നെറ്റ് ഫോഴ്സ് എടുക്കും. നെറ്റ് ഫോഴ്സ് അല്ലേ, അതുകൊണ്ട് ആഡ് ചെയ്തേക്കാം എന്ന് വിചാരിക്കരുത്. നെറ്റ് ഫോഴ്സ് ആണ്, പക്ഷേ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ്, ബിഗിലെ എന്നൊക്കെ പറയുന്ന പോലെ. സോ AB എന്ന് പറയുന്നത് എന്താണ്? ഇതും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് അട്രാക്ഷൻ വരും. CD ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, റിപ്പൾഷൻ ആണ് ഇങ്ങോട്ട്. അപ്പൊ ഓർക്കുക FAB മൈനസ് FCD. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ട് FAB മൈനസ് FCD ചെയ്തത്? റീസൺ ഇസ് വെരി സിമ്പിൾ. FAB എന്ന സെഗ്മെന്റ് ആണ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനോട് അടുത്ത് കിടക്കുന്നത്. അവന്റെ വാല്യൂ ആയിരിക്കും അപ്പൊ കമ്പാരിറ്റീവ്ലി കൂടുതൽ. അപ്പൊ ഹയർ മൈനസ് ലോവർ, ഹയർ ആണ് എഫക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. സോ AB-നെ ഇറ്റ് വിൽ ആക്ച്വലി ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് കണ്ടക്ടർ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ, FAB മൈനസ് FCD ചെയ്തത്. അപ്പൊ ഞാൻ μ0 II/2 ഒക്കെ കോമൺ എടുത്തു. ഇവിടുന്ന് L ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കേട്ടോ, അതിനോട് കാണിച്ചിട്ടില്ല. L ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, 2നെ മുകളിലേക്ക് കൊണ്ടുവന്നു. L ക്യാൻസൽ ചെയ്ത് 2നെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ 2നെ ക്യാൻസൽ ചെയ്തില്ല, കാരണം എനിക്ക് കോമൺ അങ്ങ് എടുത്ത് എഴുതാലോ എന്ന് ഓർത്ത് ഞാൻ ക്യാൻസൽ ചെയ്ത് എഴുതിയില്ല. ഫൈനൽ സ്റ്റെപ്പിലെ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ. സോ ഐ എം ഗെറ്റിംഗ് ദിസ് ആൻസർ ആൻഡ് ദ ആൻസർ ഇസ് ഓപ്ഷൻ C. ഓക്കെ, ഇനി ഇവിടെ ചെറിയ ഹിന്റ് പറഞ്ഞുതരാം. സപ്പോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വന്നെന്ന് വിചാരിച്ചു. സപ്പോസ് ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. സപ്പോസ് ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ കൂടി L എന്നൊരു ടേം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ മക്കളെ, മുകളിലും താഴെ എന്തായാലും ലെങ്ത്തിന് ടേം വരും. മുകളിലും താഴെ ലെങ്ത്തിന് ടേം വരുമ്പോൾ ലെങ്ത് എന്തായാലും ക്യാൻസൽ ആയി പോകും. അപ്പൊ ഫൈനൽ ആൻസറിൽ എന്ത് വരാൻ പാടില്ല? ലെങ്ത്തിന്റെ ടേം അവിടെ വരാൻ പാടില്ല. ഫൈനൽ ആൻസറിൽ എന്ത് വരാൻ പാടില്ല? ലെങ്ത്തിന്റെ ടേം വരാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മുകളിലും താഴെ L വരുന്നത് കൊണ്ട് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്നല്ലേ. ഇപ്പൊ ക്വസ്റ്റനിൽ വാട്ട് ഇസ് ദ നെറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് വന്നാ അങ്ങനെ നോക്കരുത്. ഓക്കെ, ഇവിടെ നെറ്റ് ഫോഴ്സ് ആ ചോദിക്കുന്നത്. അപ്പൊ ഫോഴ്സ് ചോദിക്കുമ്പോൾ എന്തായാലും മുകളിലും താഴെ L വരുന്നത് കൊണ്ട് അത് ക്യാൻസൽ ആയി പോകുന്നറിയാം. അപ്പൊ സപ്പോസിങ് ക്വസ്റ്റനിൽ നിങ്ങളുടെ ഒരു ഭാഗ്യത്തിന് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ L ഇല്ലാത്തേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് അത് കിട്ടിയത്. ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. ബാക്കി എല്ലാത്തിലും L ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഇടയ്ക്ക് ഓപ്ഷനും കൂടി നോക്കിയാൽ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാം. മനസ്സിലായോ പറഞ്ഞു? Okay, so let's move on to the next. A rectangular coil of length 0.12 meter and width 0.1 meter having 50 turns of wire is suspended vertically in a uniform magnetic field of strength 0.2 Weber per meter square. The coil carries a current of 2 ampere. If the plane of the coil is inclined at an angle of 30 degree with the direction of the field, the torque required to keep the coil in stable equilibrium will be Torque. Thank you, ma'am. Torque ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. The torque required to keep the coil in stable equilibrium. Torque കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു മെത്തഡോളജി രണ്ട് take 2 magnets first. രണ്ട് മാഗ്നറ്റ് ആദ്യം എടുത്താലേ നമുക്കൊരു ടോർക്കിന്റെ കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് രണ്ട് മാഗ്നറ്റ് ഇവിടെ വരയ്ക്കാം. നമുക്ക് റഫായിട്ട് വരയ്ക്കാം, നമുക്ക് അത്ര ഭംഗിയൊന്നും വേണ്ടല്ലോ.
ഓക്കെ, നമ്മൾ ഒരു മാഗ്നറ്റ് വരച്ചു. ഇവിടെ ഒരു മാഗ്നറ്റ് വരയ്ക്കാം. പടം വരയ്ക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ അറിയോ, 12th വെച്ച് ഞാനും ബയോമാക്സ് എടുത്തത് സമയത്ത് എന്തോരം പടം വരയ്ക്കണം അല്ലേ. അയ്യോ, തിരിച്ചു പോയാ എന്തൊരു കുഴപ്പമുണ്ടല്ലോ. കുഴപ്പമില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഇരിക്കുന്നത്, അപ്പൊ ഇവിടെ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഹൈഡ് ചെയ്യാം. ശരിയാ, ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇതും കാണാൻ പറ്റത്തില്ല, ഇത് ഹൈഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ രണ്ട് മാഗ്നറ്റ്സ് വരച്ചു. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും, നോർത്തും ഒരു സൗത്തും. ഓക്കെ മക്കളെ, അപ്പുറത്തും തിരിച്ചു വരച്ചോ, നോ പ്രോബ്ലം. അപ്പൊ നോർത്തും സൗത്തും വരയ്ക്കുമ്പോൾ ഐ ഹോപ്പ് യു നോ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം എ നോർത്ത് പോൾ എൻഡ് ഇൻ ദ സൗത്ത് പോൾ അല്ലെ. നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോൾ എൻഡ് ചെയ്യുന്നു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോൾ എൻഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ? ആരും ഇല്ല ഇവിടെ, നോക്കട്ടെ നമ്മുടെ. ശരിയാണ്. ശരിയല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം കണ്ടിന്യൂസ് ലൂപ്സ്. അവർ സ്റ്റാർട്ട് ചെയ്യുന്നുമില്ല, എൻഡ് ചെയ്യുന്നുമില്ല. They will be forming continuous loops. കേട്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഇസ് മൈ മാഗ്നറ്റ്. അപ്പൊ ഈ മാഗ്നറ്റ് ഇവന്മാര് ഒരു നോർത്തും സൗത്തും കാണിക്കുമ്പോൾ അപ്പുറത്തൊരു നോർത്ത് ഉണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മറക്കരുത്. ഈ നോർത്തിന്റെ അപ്പുറത്തൊരു സൗത്ത് ഉണ്ടാവും അവിടെ, അത് മറക്കരുത്. അപ്പൊ ഒരു മാഗ്നറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് എങ്ങനെയാ? കണ്ട ഇങ്ങനെ ലൂപ്പ് പോലെ പോണത്. അത് സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിന്റും ഇല്ല. സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിന്റ് ഉള്ളത് ആർക്കാന്നറിയോ? ആർക്കാ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് അങ്ങനെയല്ല. ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്സ് ഫോം ചെയ്യും. അപ്പോ ഇൻസൈഡ് എ മാഗ്നറ്റ് ഇറ്റ് ഇസ് ഫ്രം സൗത്ത് പോൾ ടു ദ നോർത്ത് പോൾ, ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഫ്രം ദ നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ്. Starts from a positive charge, ends in a negative charge. That is the concept. Okay. അപ്പൊ നമ്മൾ ഈ ഫീൽഡിനകത്ത് ഒരു കണ്ടക്ടർ ആണ് വെക്കുന്നത്, ഒരു കോയിൽ. ഞാൻ ഒരു സിംഗിൾ കോയിൽ എടുക്കുന്നുള്ളൂ. ഞാനൊരു കോയിൽ വെച്ചു. ദിസ് കോയിൽ കണ്ടക്ടറിനകത്ത് കോയിൽ വെച്ചു. ഓക്കെ, നൗ നമുക്കറിയാം when a current is passed through a coil it experiences a force. ഒരു ഫോഴ്സ്, ഒരു കറന്റ് ഈ കോയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എക്സ്പീരിയൻസിങ് എ ഫോഴ്സ്. അപ്പൊ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കറന്റ് മുകളിലേക്കാണ്. ഫീൽഡ് ഡയറക്ഷൻ നിങ്ങൾ വരച്ചേക്കുന്നത്, ഞാനും നിങ്ങളും വരയ്ക്കുന്നത് റൈറ്റിലേക്കാണ്. ഫ്ലെമിങ്സ് റൂൾ നമുക്ക് യൂസ് ചെയ്യാം. കറന്റ്, അപ്പൊ ഞാൻ ഈ വരച്ചിരുന്ന കണ്ടക്ടർ ഇൻ ടു ദ പ്ലെയിൻ ആണെന്ന് വിചാരിച്ച് വേണോട്ട് പിടിക്കാൻ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് FBI, ഫീൽഡ് ഇങ്ങോട്ട്, കറന്റ് ഇൻ ടു, ഏകദേശം ഇങ്ങനെ വരും. ഞാൻ ഈ ലെഫ്റ്റ് കണ്ടക്ടർ ഞാൻ ആദ്യം ഇവനാണ് വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ കൈ പിടിച്ച് നോക്കണേ മക്കളെ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. FBI, B ഇങ്ങോട്ട്, കറന്റ് അങ്ങോട്ട്. അപ്പൊ ഫോഴ്സ് ഇവിടെ വരുന്നത് താഴത്തോട്ടാണ് വരുന്നത്. നിങ്ങൾ എല്ലാവരും പിടിച്ചു നോക്കൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് സാറ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഫോഴ്സ് താഴത്തോട്ടാണ് കേട്ടോ. അതുപോലെ മക്കളെ ഇവിടെ ഒന്ന് പിടിച്ചു നോക്കിക്കേ. ഈ കണ്ടക്ടറിൽ എല്ലാവരും കൈയെടുത്ത് പിടിക്കുക. അവർക്ക് വരുന്നവരൊക്കെ കൈയെടുത്ത് പിടിക്കുക. എന്നിട്ട് പറയാം എങ്ങോട്ടായിരിക്കും ഫോഴ്സ് വരാം. ഈ ലെഫ്റ്റ് സൈഡിലെ കണ്ടക്ടറിൽ കറന്റ് പുറത്തേക്കാ, ഫീൽഡ് ഇങ്ങോട്ട്, കറന്റ് പുറത്തേക്ക് ഇങ്ങനെ വരും. ഈ ഫിംഗർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ദാറ്റ് ഇസ് ടുവേർഡ്സ് യു. കാരണം കറന്റ് പുറത്തേക്ക്. ഫോഴ്സ് എങ്ങോട്ടാ വരാം? മുകളിലേക്ക് വരും ഫോഴ്സ്. The force will be in the upward direction.
So force is in the upward direction. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് I തന്നെയാണ്. ഈ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് I തന്നെയാണ്. ബട്ട് ഒരു സൈഡിൽ ഫോഴ്സ് താഴത്തോട്ട്, മറ്റേ സൈഡിൽ ഫോഴ്സ് മുകളിലേക്ക്. The line of action is different. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ it will be rotating about this axis. ഈ ആക്സിസിന് ചുറ്റും, ബാക്കി കണക്ഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല, ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ. It will be rotating about that axis. ആ ആക്സിസിനെ about റൊട്ടേറ്റ് ചെയ്യും. Whenever something is executing a rotational motion, അവിടെ വരും നമ്മൾ ടോർക്ക്. ഓക്കെ, അപ്പൊ റൊട്ടേഷണൽ മോഷൻ ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് ബി എന്നും ലെങ്ത് എൽ എന്നും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോർക്കിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണെന്ന് അറിയാം. എഫ് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഞാൻ ആർ എഫ് എന്ന് എഴുതി. ആർ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ആക്സസ്. അപ്പൊ ഇത് ഈ ഡിസ്റ്റൻസ് എടുത്താൽ ഇത് ബി ബൈ ടു. അപ്പൊ ബി ബൈ ടു ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഐ എൽ ബി ആണ്. ഓക്കെ, സൈൻ തീറ്റ ഇസ് ഓൾസോ ദയർ. സൈൻ തീറ്റ കൂടെ എഴുതിയേക്കാം. ടോർക്ക് എന്ന് പറയുന്നത് ആർ ഓഫ് സൈൻ തീറ്റ. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. അപ്പൊ ഇത് ഈ ഒരു സൈഡിൽ വരുന്നത്, ഇപ്പുറത്തെ സൈഡിലും വരും ഒരു ഫോഴ്സ് കാരണം. അപ്പൊ ടോ 1 ഇപ്പുറത്ത് ടോ 2 വരും. ഇത് അഗെയിൻ ഈ ഡിസ്റ്റൻസ് ബി ബൈ ടു ആണ്. അപ്പോ ആക്സസ് മുതലുള്ളത് ബി ബൈ ടു ഐ എൽ ബി സൈൻ തീറ്റ വീണ്ടും അവിടെ വരും. ഓക്കെ, സോ ടോട്ടൽ ടോർക്ക് എന്ന് പറയുമ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു ടോ 1 പ്ലസ് ടോ 2. ദാറ്റ് വിൽ ബി, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഐ എൽ ബി ഇൻറ്റു ബി സൈൻ തീറ്റ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് ഐ എ ബി സൈൻ തീറ്റ. ഐ എ ബി. ഇവിടെ ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യും. I think I have mentioned this term already. M, magnetic moment or magnetic dipole moment. M എന്ന് പറയുന്നത് NIA ആണ്. M എന്ന് പറയുന്നത് എന്താണ്? NIA ആണ്. നമ്മൾ M എന്ന് പറയുന്നത് magnetic dipole moment. So NIA, N എന്ന് പറയുന്ന number of turns. I is the current, A is the area of cross section. ഇവിടെ ഒരു ലൂപ്പേ ഉള്ളൂ. N number of loops ഉണ്ടെങ്കിൽ ടോർക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം. ടോർക്ക് is equal to NIAB sin theta. ടോർക്ക് നമുക്ക് എങ്ങനെ എഴുതാം? NIAB sin theta എന്ന് എഴുതാം ടോർക്ക്. So NIA എന്ന് പറഞ്ഞാൽ M ആണ്. We are substituting that over there. So torque is equal to MB sin theta. AB sin theta എന്നൊരു എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാക്കണം, what is that? So tau is equal to MB sin theta. Torque is equal to M cross B. Torque is equal to M cross B. Torque is equal to NIAB sin theta, or torque is equal to M cross B is the corresponding condition which we have to use here. And our condition use ചെയ്ത് വേണം നമുക്ക് ഈ question solve ചെയ്യാൻ. Okay, but remember that torque is equal to M cross B. And ചെറുത്ത derivation ഞാൻ കാണിച്ചു തന്നു. It's a simple thing, but it's an important thing. Even for your exams, it is important. So ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. Okay, so torque is equal to M cross B. സംശയം ഉണ്ടോ ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. Anyone any doubts in this? No, sir. So I'm quickly moving on. ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ if you want. Okay, now moving on to the previous slide. I'm wrapping this. ഇതിൽ കയറ്റൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ ഫോട്ടോ എന്ത് വെച്ച് എടുത്തോളൂ. I'm moving on to the next slide. Right, moving on to the previous slide with our question. Yes, rectangular coil. ഇനി ക്വസ്റ്റ്യൻ മക്കളൊന്ന് ചെയ്യാൻ നോക്കിക്കേ. തന്നിട്ടുള്ള ടേംസ് ഒക്കെ എഴുതി വെക്കുക, തന്നിട്ടുള്ളതെല്ലാം എഴുതി വെക്കുക. അവിടെ ലെങ്ത് is given to you 0.12 meter. Width is given to you, നമ്മുടെ B 0.1 meter. Number of turns is given to you 50. Magnetic field is given to you 0.2 Weber per meter square. ടെസ്ല എന്ന് പറയാം, അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. രണ്ടും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലെ യൂണിറ്റ് ആണ് കേട്ടോ. Current is given to you, that is 2 ampere. The plane of the coil is inclined at an angle of 30 degree with the direction of the field. Okay, so plane of the coil is inclined at an angle of 30 degree with the direction of the field. Okay, right. Okay, അപ്പോ എന്തൊക്കെ ഡേയിൽ ഉണ്ട്? L ഉണ്ട്, B ഉണ്ട്, N ഉണ്ട്, B ഉണ്ട്, I ഉണ്ട്, theta is also given there. So കണ്ടുപിടിച്ച മക്കളെ,
I'll give you 1 minute. Quickly apply the formula which I have taught you. NIAB sin theta, area, length into breadth. പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. ഒരു പോയിന്റ് ഞാൻ അവിടെ പറയാതിരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഞാൻ ഒന്ന് എടുത്ത് പറയാം. നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ എന്തെന്നാ നമ്മൾ എഴുതിയത്? NIAB sin theta അല്ലെ? സോ NIAB sin theta എന്ന് നമ്മൾ എഴുതിയത്. NIAB sin theta എന്ന് നമ്മൾ എഴുതിയത് അല്ലെ? അപ്പോ നമ്മൾ അവിടെ എടുത്ത് പറയേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ n വെക്ടർ അല്ല, I വെക്ടർ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? കറന്റ് വെക്ടർ ആണോ? അല്ല. ഏരിയയും മാഗ്നറ്റിക് ഫീൽഡുമാണ് വെക്ടർ. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഏരിയ വെക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. It is the angle between the area vector and the magnetic field. Plane of the coilum ഇവനും തമ്മിലുള്ള ആംഗിൾ അല്ല. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ വെച്ച് വരയ്ക്കാം. നമുക്ക് വരച്ച് കാണിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഇത് നമ്മുടെ പ്ലെയിൻ വരച്ചു. പ്ലെയിൻ ഞാൻ ചെരിച്ച് വരച്ചേക്കും കേട്ടോ. നമ്മുടെ കോയിലിന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാം ഞാൻ. ഐ എം ചൂസിങ് ഗ്രീൻ ലൈൻ ഫോർ ദാറ്റ്. I'm choosing green line, drawing the magnetic field. Okay, magnetic field വരച്ചു. ഞാൻ ഈ പ്ലെയിനിലൂടെയും 1-2 ലൈൻ ഇട്ടേക്കാം, കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു മക്കളെ, 2 ആംഗിൾസ് എനിക്ക് ഒരെണ്ണം വെച്ചോട്ടെ. മക്കളെല്ലാവരോടും ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. നോക്കിക്കോ, ശ്രദ്ധിച്ച് സസൂക്ഷ്മം, എക്സ്ട്രീംലി കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൺസെപ്റ്റ് ഇച്ചിരി മനസ്സിലായ പിന്നെ എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നിർത്താം കേട്ടോ. നമുക്ക് എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കും, എന്നിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, മക്കളെല്ലാവരും നോക്കിക്കേ. ഈ പച്ച ലൈൻ എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ എന്താ പറഞ്ഞേ? ടോർക്ക് ഈസിക്കൽ NIAB നമ്മുടെ വെക്ടർ ആരാ? എ വെക്ടർ ആണ്, ഡിയും വെക്ടർ ആണ്. അപ്പൊ ഈ റെഡ് ലൈൻ ആണ് നമ്മുടെ ഏരിയ വെക്ടറിനെ കാണിക്കുന്നത്. റെഡ് ലൈൻ ആണ് ആരെ കാണിക്കുന്നത്? ഏരിയ വെക്ടറിനെ കാണിക്കുന്നത്. ഓക്കെ, നൗ ഏരിയ വെക്ടറിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് ആര്? നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ പറഞ്ഞിട്ടുള്ളത്. ഈ പ്ലെയിൻ മഞ്ഞ ലൈൻ വെച്ച് കാണിച്ചിട്ടുണ്ട്. പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡ് പച്ച ലൈൻ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് വേണ്ട തീറ്റ അതാണോ? അല്ല. നമുക്ക് വേണ്ട തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ഏരിയ വെക്ടർ. ഇതാണ് നമുക്ക് വേണ്ട തീറ്റ. മനസ്സിലായോ? ഈ തീറ്റ, അപ്പൊ ഇതാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവനല്ല നമ്മുടെ തീറ്റ. ഇവൻ നമ്മുടെ തീറ്റയല്ല. ഇവനല്ല നമ്മുടെ തീറ്റ. നമ്മുടെ ഇക്വേഷനിലുള്ള തീറ്റ എന്ന് പറഞ്ഞതാണ്ട് ഇവനാണ്. ആ പോയിന്റ് മറക്കാതെ ഓർത്ത് വെക്കാം. ആ ഫിഗർ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. ഒന്നുകൂടെ പറയാം ഞാൻ. ഈ നമ്മളെ ഇക്വേഷൻ എഴുതുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടർ. ഏരിയ വെക്ടർ മീൻസ് ഇറ്റ് ഇസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ സർഫസ് ഏരിയ. ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് നമ്മുടെ തീറ്റ. ക്വസ്റ്റനിൽ എന്താ തന്നിട്ടുള്ളത്? ഇഫ് ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഇസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, പ്ലെയിനും ഇവനും തമ്മിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ മക്കളെ തീറ്റ എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ തീറ്റ എന്തായിരിക്കും? 60 ഡിഗ്രി. Exactly. Theta will be 90 minus 30. That will be 60 degree. Option D. Yes, option D. എല്ലാവരും ശ്രദ്ധിച്ചോളേത്. It's very very important point. Torque is equal to NIAB sin theta. N directly തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും അറിയാം. തീറ്റ മാത്രം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെയാണ് അതിന്റെ ഇത് കിടക്കുന്നത്.
This angle between the plane of the coil is given. Theta എന്ന് വെച്ചാൽ അതല്ല, it is area vector. Area vector means it is a vector perpendicular to a surface area. Magnetic field തമ്മിലുള്ള ആംഗിൾ ആണ് theta. ഫിഗർ നോക്കിയിട്ട് അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണോ ഞാനത്? Should I repeat? മനസ്സിലായി സർ. എല്ലാവർക്കും മനസ്സിലായോ? ആരെങ്കിലും ഒരാൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സിലായി സർ. സർ മനസ്സിലായി. Okay, fine. So that is the concept. Torque is equal to NIAB sin theta. Okay, അപ്പോൾ ഓപ്ഷൻ ഡി വരും. കിട്ടാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. Torque is equal to NIAB sin theta. Okay, fine. So നമുക്കിനി അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ഒരു കൺസെപ്റ്റ് കൂടി പറഞ്ഞ് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി ക്ലാസ്. ഓക്കെ, അടുത്ത അമ്മീറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആവുന്നുണ്ട്. അമ്മീറ്ററിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമുക്ക് ഒരു ഗാൽവനോമീറ്ററിനെ കുറിച്ച് അറിയണം. MCG, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ കുറിച്ച് അറിയണം. ഓക്കെ, അതിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇൻ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല, ബേസിക് ഐഡിയ പറഞ്ഞുതരാം. എന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ കേട്ടോ. ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കോയിൽ ഉണ്ടാവും. ബേസിക്കലി നമ്മളിപ്പോ പറഞ്ഞ കറന്റ് ക്യാരിങ് കോയിൽ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു കോയിൽ ഉണ്ടാവും. രണ്ട് സൈഡിലും മാഗ്നറ്റ് ഉണ്ടാവും, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പുറത്തെ നോർത്ത് പോൾ ഓപ്പോസിറ്റ് ഉണ്ടാവും. ഈ സംഭവത്തിന്റെ താഴെ കുറച്ച് സ്പ്രിംഗ് അറേഞ്ച്മെന്റ്സും, മുകളിലാണ് സ്പ്രിംഗ് അറേഞ്ച്മെന്റ്സും, താഴെ കുറച്ച് ഫോസ്ഫർ ബ്രോൺസ് സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പല പല സംഭവങ്ങൾ ഉണ്ടാവും, അറേഞ്ച്മെന്റ്സ്. അപ്പൊ നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇത് ഫുൾ ഡീറ്റെയിൽ ഡയഗ്രാം ഒന്നും അല്ല മക്കളെ, ചുമ്മാ ഒരു ബ്രീഫ് ഓവർവ്യൂ, ഒന്നും എക്സാമിന് വെച്ചിരിക്കരുത്, ബ്രീഫ് ഐഡിയ ആണ് തരുന്നത് കേട്ടോ. ഓക്കെ, സോ ഒരു സ്പ്രിംഗ് ഉണ്ടാകും, ഒരു ഫോസ്ഫർ ബ്രോൺ സ്ട്രിപ്പ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടാവും. ഇനി ഇതിന്റെ അറ്റത്തില്ലേ മുകളിലാണ് നമ്മുടെ സൂചി ഇരിക്കുന്നത്. അതായത് നമ്മള് ലാബിലൊക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ലാബിൽ പോകാൻ ബാക്കി, നിങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങിയില്ലോ കുറച്ച് പേര്. അപ്പൊ ലാബിൽ പോകുമ്പോൾ ഗാൽവനോമീറ്റർ ഒക്കെ ഉണ്ടോ ഗാൽവനോമീറ്റർ? ഓക്കെ, അപ്പൊ ഗാൽവനോമീറ്ററിൽ സൂചി കാണാം. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഗാൽവനോമീറ്റർ എടുത്തിട്ട് അതിനെ നേരെ ഇങ്ങനെ കട്ട് ചെയ്തു. ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഈ കാണിക്കുന്നത്. അധികം സാധനങ്ങളൊന്നും കാണിച്ചില്ല, ജസ്റ്റ് ഈ കോയിൽ മാത്രമേ കാണിച്ചുള്ളൂ. അപ്പൊ ഈ പോയിന്റിലെ ഒരു സൂചി ഉണ്ടാവും, ഒരു സൂചി. ഈ സൂചി ഇങ്ങനെ ഇരിക്കുന്നത്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് ഇരിക്കുന്നത് കേട്ടോ. സൂചി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ദിസ് വിൽ റൊട്ടേറ്റ്. കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ച കാര്യമാണ്, ഒരു ടോർക്ക് വരും, ഈ ടോർക്ക് കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യും. Now ഈ സ്പ്രിംഗ് സിസ്റ്റംസ് ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് എന്ത് പറ്റുന്ന അറിയോ? ഇതിന് കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് കുറച്ചിങ്ങനെ, ഇതിപ്പോ സൂചിയാന്ന് വിചാരിച്ചു മക്കളെ. അപ്പൊ കോയിൽ താഴെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് സൂചി നീങ്ങുന്നത്. ഈ കോയിൽ ഉണ്ടല്ലോ, ലൂപ്പ് ഉണ്ടല്ലോ, അത് സൈഡിലേക്ക് നീങ്ങുമ്പോൾ ഈ കോയിൽ ഇങ്ങനെ നീങ്ങും, ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഈ കോയിൽ ഇങ്ങനെ നീങ്ങും. അപ്പോ ഈ കോയില് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുന്ന അറിയോ? കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ടൈറ്റ് ആകും. സ്പ്രിംഗ് ടൈറ്റ് ആകുമ്പോൾ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എക്സർട്ട് ആവും. ഓക്കെ, സ്പ്രിംഗ് ടൈറ്റ് ആകുമ്പോൾ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എക്സർട്ട് ആവും. അപ്പൊ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണം ഒരു പരിധിക്കപ്പുറം ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ വാട്ട് എവർ ദ വാല്യൂ ഓഫ് കറന്റ് ഇസ് പാസിംഗ് ത്രൂ ദാറ്റ് സർക്യൂട്ട്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടോർക്ക് അവിടെ ഉണ്ടാകും. ആ ടോർക്കിന് അനുസരിച്ച് ഒരു റീസ്റ്റോറിംഗ് ടോർക്കും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആ ടോർക്ക് എന്തോ, ഈ റീസ്റ്റോറിംഗ് ടോർക്കും നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന, നമ്മൾ കറന്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ വരുന്ന ടോർക്കും ഈക്വൽ ആകുന്നത് വരെ മാത്രമേ ഇതിനെ ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. റിപ്പീറ്റ് വൺസ് അഗെയിൻ, നമ്മൾ കറന്റ് ആ ലൂപ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു ടോർക്ക് അവിടെ വരും. ഈ ടോർക്കും അതുപോലെ അവിടെ ഡെവലപ്ഡ് ആവുന്ന, സ്പ്രിംഗിലൊക്കെ ഡെവലപ്ഡ് ആവുന്ന റീസ്റ്റോറിംഗ് ടോർക്കും ഈക്വൽ ആവുന്നത് വരെയാണ് ആ നീഡിൽ മൂവ് ചെയ്യുക. ദാറ്റ് വിൽ ബി ദ റീഡിങ്, കറസ്പോണ്ടിങ് റീഡിങ്. ഓക്കെ, ഇനി നമ്മൾ ആ കറന്റ് മാറ്റി എന്ത് പറ്റും? പെട്ടെന്ന് കംസ് ബാക്ക് ടു ഒറിജിനൽ പൊസിഷൻ. പക്ഷെ മിക്കവാറും ഒറിജിനൽ പൊസിഷൻ പെട്ടെന്ന് വരില്ല. അത് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഈ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നീഡിൽ പോവാതിരിക്കാൻ നമ്മള് EMI പഠിക്കാൻ പോകുന്ന എഡ്ഡി കറൻസിന്റെ ഹെൽപ്പ് ഒക്കെ നമ്മൾ അവിടെ എടുക്കും കേട്ടോ. അതിലേക്ക് പിന്നെ വരാം. അപ്പൊ ഇപ്പൊ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യും, പക്ഷെ നേരത്തെ വേണ്ട പോലെ കടന്ന് കറങ്ങാൻ പറ്റത്തില്ല കോയിലിന്. ടോർക്ക് ഇസ് ഈക്വൽ ടു NIAB ആണ്. ആൻഡ് വി എൻഷുർ ദാറ്റ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും റേഡിയൽ ആണ്. അപ്പൊ ടോർക്ക് ഈക്വൽ ടു NIAB എടുത്താൽ മതി. കാരണം സൈൻ തീറ്റ എപ്പോഴും 1 ആയിരിക്കും, തീറ്റ 90 ഡിഗ്രി ആയിരിക്കും.
തീറ്റ 90 ഡിഗ്രി വരുന്ന രീതിയിലാണ് നമ്മൾ ഈ മാഗ്നറ്റ് സെറ്റ് ചെയ്യുക. ഇറ്റ് ഇസ് എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ഇതെങ്ങനെ പരീക്ഷിക്കുന്ന റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന വാക്ക് എഴുതാൻ മറക്കരുത് കേട്ടോ. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഓർത്ത് വെച്ചോ. But torque is equal to NIAB ആണ്. And when this balances the restoring torque. Restoring torque നമുക്ക് torque is equal to K phi എന്ന് വിളിക്കാം. Okay, K phi. Phi എന്ന് പറഞ്ഞാൽ angle of twist എന്നും. Phi is an angle of twist. ചില ബുക്കിൽ സി തീറ്റ എന്നൊക്കെ കാണും കേട്ടോ. NCERT ഏതാ ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോൾ സി തീറ്റ എന്നായിരിക്കും നിങ്ങൾ പഠിക്കുക, ചിലപ്പോൾ K phi എന്ന് പഠിക്കാം. പല ബുക്കുകൾ പറയും, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ബേസിക് ലോജിക് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ K phi. So torque is equal to K phi എന്ന് പറയാം. അപ്പൊ K എന്ന് പറയുമ്പോൾ this is a couple per unit twist എന്നാ പറയുന്നത്. കപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ചില ബുക്കുകളിൽ ടോർക്കിന് സി തീറ്റ എന്ന് വിളിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള എഴുതിക്കോട്ടോ, ഞാൻ K phi എന്ന് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ K എന്ന് പറയുമ്പോൾ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്, ആൻഡ് phi എന്താ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയി കഴിയുമ്പോൾ ദാറ്റ് ഇസ് എ ഈക്വിലിബ്രിയം കണ്ടീഷൻ. അവിടെയാണ് നമുക്ക് ആ റീഡിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ MCG മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കൺസെപ്റ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഒരു കറന്റ് ആ കോയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ കോയിൽ ടേൺ ചെയ്യും. ഈ കോയിൽ ഒരു പരിധിക്ക് അപ്പുറം ടേൺ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ദ റീസ്റ്റോറിംഗ് ടോർക്ക്. When the restoring torque balances the അവിടെ കറന്റ് കാരണമുള്ള ടോർക്ക്, then that is the condition that we have to use here. Okay, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, NIAB is equal to K phi. NIAB is equal to K phi, equilibrium. Okay, അങ്ങോട്ടുള്ള ടോർക്ക് ഇങ്ങോട്ടുള്ള ടോർക്ക് ഈക്വിലിബ്രിയത്തിൽ വന്നു. NIAB is equal to K phi. മക്കളെ, ഇവിടെയാണ് നമുക്ക് 2-3 ടേംസ് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് കറന്റ് സെൻസിറ്റിവിറ്റി, രണ്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഇപ്പൊ കഴിയൂട്ടോ. കറന്റ് സെൻസിറ്റിവിറ്റി, രണ്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ I കറന്റ് അല്ലെ. അപ്പൊ കറന്റ് സെൻസിറ്റിവിറ്റി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണം? ആർക്കെങ്കിലും അറിയാവുന്ന ആർക്കെങ്കിലും പറയാം. കറന്റ് സെൻസിറ്റിവിറ്റി, how will you write current sensitivity? Deflection per unit current. Very good. Deflection per unit current. നമ്മൾ ഡിഫ്ലക്ഷൻ എന്നാലേ പഠിച്ചിട്ടുള്ളൂ ഫൈനെ. അപ്പൊ ഫൈന് ഡിഫ്ലക്ഷൻ എന്ന് പഠിച്ചോളൂ, അല്ലെങ്കിൽ തീറ്റയുടെ ഡിഫ്ലക്ഷൻ എന്ന് പഠിച്ചോളൂ, or as the angle of twist, whatever. No issues. പല പേരിൽ അറിയപ്പെട്ടാലും സംഭവമൊക്കെ ഒന്ന് തന്നെ. So no issues. അപ്പൊ ഡിഫ്ലക്ഷൻ per unit twist or angle of twist by the current. Phi by I. ഇവിടുന്ന് phi by I എന്തോ കിട്ടുക? Phi by I എന്ന് പറയുമ്പോ NAB by K. Yes. So this expression, ഇതിനെയാണ് നമ്മൾ കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. NAB by K. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക. Okay, that is known as the current sensitivity. Now voltage sensitivity പറയാം. That will be phi by V. So phi by V കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. V is equal to IR. So NAB by RK. This is actually our voltage sensitivity. അപ്പൊ phi by I യും phi by V യും നിങ്ങൾ ഓർത്ത് വെക്കുക. കീമിനും നീറ്റിനും ക്വസ്റ്റ്യൻ വരും. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താ കറന്റ് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് വരാം. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ അത് സോൾവ് ചെയ്യാൻ പറ്റും. കറന്റ് സെൻസിറ്റിവിറ്റി NAB by K. നിങ്ങൾ C ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ C ഉപയോഗിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഫൈന് തീറ്റ ആണെങ്കിൽ തീറ്റ ഉപയോഗിച്ചോളൂ. സാർ വീണ്ടും എടുത്ത് പറയുന്നു, വാട്ട് എവർ യു യൂസിങ്, കണ്ടിന്യൂ യൂസിങ് ദാറ്റ്. ഓക്കെ, സോ NAB by RK or RC. Alright, അപ്പൊ രണ്ട് ടേംസ് കറന്റ് സെൻസിറ്റിവിറ്റി ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി പറഞ്ഞു. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ നമ്മുടെ ചാപ്റ്റർ അതിലുള്ള മെയിൻ കൺസെപ്റ്റ്സ് ഒക്കെ കഴിയും. ആൻഡ് ദാറ്റ് ഇസ് കൺവേർഷൻ. വളരെ എളുപ്പമാണ് കൺവേർഷൻ പരിപാടി. അപ്പൊ നമുക്ക് രണ്ട് ആൾക്കാരായിട്ടാണ് നമ്മുടെ ഗാൽവനോമീറ്ററിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഒന്ന്, വി നീഡ് ടു കൺവേർട്ട് അവർ ഗാൽവനോമീറ്റർ ഇൻ ടു ആൻ അമ്മീറ്റർ. എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? അമ്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ അമ്മീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ഹാവിംഗ് എ റെസിസ്റ്റൻസ് മിനിമം ഓർ റെസിസ്റ്റൻസ് ഐഡിയലി 0 ആയിരിക്കും. റെസിസ്റ്റൻസ് ഐഡിയലി 0 ആവണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടായിരിക്കും അമ്മീറ്റർ. അപ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറവല്ലെങ്കിൽ അവൻ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്.
അത് പ്രിവെന്റ് ചെയ്യാൻ the resistance of ammeter should be minimum. ഒരാളുടെ റെസിസ്റ്റൻസ് മിനിമം ആക്കണേ എന്ത് ചെയ്യണം എന്നറിയോ? അയാൾക്ക് പാരലൽ ആയിട്ട്, അതായത് ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ നമുക്ക് അമ്മീറ്റർ ഉണ്ടാക്കാം. റിപ്പീറ്റ് അഗെയിൻ, അമ്മീറ്റർ എന്ന ഡിവൈസിന്റെ റെസിസ്റ്റൻസ് നെഗ്ലിജിബിളി വളരെ ചെറുതായിരിക്കണം അല്ലെ, കാരണം അത് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വി ആർ കണക്ടിങ് ഷണ്ട് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. കാരണം പാരലൽ ആവുമ്പോൾ നെറ്റ് എഫക്റ്റീവ് കുറയും. ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ അല്ലേ ഈ രണ്ടുപേരും ചേരുന്ന ഈ സാധനം. ഇതിനെയാണ് നമ്മൾ അമ്മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അമ്മീറ്ററിൽ ഇവിടെ വരുന്ന കറന്റ് ഐ ആണെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് അപ്പ് ആയി പോകും. ഇത് ഐ ജി ആയിരിക്കും. ഈ റെസിസ്റ്റൻസ് അതായത് നമുക്ക് എസ് എന്നോ ആർ എന്നോ എന്ത് വേണേ വിളിക്കാം. ഞാൻ എസ് എന്ന് വിളിച്ചു. ഇങ്ങോട്ട് പോകുന്ന കറണ്ട് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ അനുസരിച്ച് ഐ മൈനസ് ഐ ജി ആയിരിക്കും. വിൽ ബി ഐ മൈനസ് ഐ ജി. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് പോകുന്ന കറന്റ് ഐ ആണ് വരുന്നത്. ഇങ്ങോട്ട് ഐ ജി പോയാൽ ഇങ്ങോട്ട് വരുന്ന ജംഗ്ഷൻ റൂൾ അനുസരിച്ച് ഐ മൈനസ് ഐ ജി ആയിരിക്കും. മക്കൾ എല്ലാവരും നോക്കിക്കേ, ഈ എസും ഈ ജിയും, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് നമുക്ക് ജി എന്ന് തന്നെ എടുക്കാം. ഈ ജിയും പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ എന്ത് സെയിം ആ മക്കളെ പറയാമോ? വോൾട്ടേജ് ആണോ കറന്റ് ആണോ സെയിം പാരലൽ കോമ്പിനേഷനിൽ? വോൾട്ടേജ് സെയിം. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് is equal to IG into G. കൺവേർഷൻ കഴിഞ്ഞു. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഇത് പല പല ഫോമിൽ നേരെ തിരിച്ചു മറിച്ചൊക്കെ ഇടും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ നമ്മുടെ പരിപാടി. ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി. നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഐ ജിയുടെ ഫോമിലേക്ക് കൊണ്ടുവരാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട, ഡയറക്റ്റഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഐ എന്ന് പറയുന്നത് സർക്യൂട്ടിൽ വരുന്ന കറന്റ്, IG the current for full scale deflection of the galvanometer, and S the shunt resistance, G is the galvanometer resistance. Okay, I ആ സർക്യൂട്ടിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അവിടെ വരുന്ന കറന്റ് ആണ്. അപ്പം നമ്മുടെ റേഞ്ച് എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരു പർട്ടിക്കുലർ റേഞ്ച് എന്നൊക്കെ. എനിക്ക് 2 ആംപിയർ വരെ റീഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഐ നമുക്ക് 2 ആയിട്ട് എടുക്കാം. ഇനി ഐ ജി ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന് വേണ്ട കറന്റ്, ഗാൽവനോമീറ്ററിന് വേണ്ട കറന്റ് അത് തന്നിട്ടാവും ക്വസ്റ്റ്യൻ. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് യു ഗെറ്റ് ദി ആൻസേഴ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺവേർഷൻ ഞാൻ ഇവിടെ റഫ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കൺവേർഷൻ, ഗാൽവനോമീറ്ററിനെ എനിക്ക് വോൾട്ട് മീറ്റർ ആക്കി മാറ്റണം. അപ്പൊ ഒന്നാമത്തെ കൺവേർഷൻ വളരെ എളുപ്പമാണ്. ഈ രണ്ടുപേരും ചേരുന്ന ഈ സംഭവത്തിനെയാണ് നമ്മൾ അമ്മീറ്റർ എ എന്ന് പറയുന്നത്. നൗ രണ്ടാമത്തെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരാളെ കണക്ട് ചെയ്യും. എന്താന്ന് വെച്ചാൽ ഗാൽവനോമീറ്റർ വി ആർ കൺവേർട്ടിങ് ഇൻടു എ വോൾട്ട് മീറ്റർ. ഒരു വോൾട്ട് മീറ്റർ ആയി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? വോൾട്ട് മീറ്റർ ഇസ് എ ഡിവൈസ് വിച്ച് ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ ടു എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് വോൾട്ട് മീറ്റർ. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവന്റെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കണം, ഐഡിയലി ഇൻഫിനിറ്റി. അതുകൊണ്ടാണ് പൊട്ടൻഷ്യോമീറ്ററിനെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, പൊട്ടൻഷ്യോമീറ്ററിനെ ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ, അപ്പൊ ആ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ഐഡിയലി ഇൻഫിനിറ്റി ആയിരിക്കണം. റെസിസ്റ്റൻസ് ഐഡിയലി ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, സോ ഇവന്റെ റെസിസ്റ്റൻസ് കൂട്ടണം. അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്ന അറിയോ? ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യണം. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് സെയിം ആണ്. ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ ഇല്ലേ, ഇവനെയാണ് നമ്മൾ വോൾട്ട് മീറ്റർ എന്ന് വിളിക്കുന്നത്. വോൾട്ട് മീറ്റർ, the combination of G and R in series. ഇത് നമ്മൾ സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഈ കോമ്പിനേഷന് പാരലൽ ആയിട്ട്, വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ട്. അപ്പൊ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിലൂടെ കറണ്ട് കയറി ഇറങ്ങി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആകണമെന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് ക്യാച്ച് ചെയ്തില്ലെങ്കിൽ പ്ലീസ് വാച്ച് ദ വീഡിയോ അഗെയിൻ when you get the recorded session. ഓക്കെ, അപ്പൊ ജിയും ആറും. നൗ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇവൻ അക്രോസ് കറന്റ് ഐ ജി ആണ്. അപ്പൊ രണ്ടുപേരുള്ള കറന്റ് ഐ ജി തന്നെ, വ്യത്യാസമില്ല. ഇവന്റെ വോൾട്ടേജ് ഞാൻ വി ജി എന്നും ഇവൻ അക്രോസ് ഉള്ള വോൾട്ടേജ് ഞാൻ വി ആർ എന്നും എടുത്തു. ടോട്ടൽ വോൾട്ടേജ് ഇവന്മാർക്ക് അക്രോസ് ഉള്ളത് നമുക്ക് വി എന്ന് എടുക്കാം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് വി ഇസ് ഈക്വൽ ടു വി ജി പ്ലസ് വി ആർ. ഓക്കെ,
or this is equal to VG എന്ന് പറയുന്നത് IG into G, Ohm's law. VR എന്ന് പറയുന്നത് IG into R, again Ohm's law. IG ഇങ്ങ് ഫോം എടുത്തേക്കാം. So V equal to IG into G plus R. ഞാൻ കോമൺ എടുത്ത് എഴുതണമെന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ എഴുതിയേ ഉള്ളൂ. IG into G plus R. ഇതാണ് മക്കളെ ഗാൽവനോമീറ്റർ കൺവേർഷൻ ടു എ വോൾട്ട് മീറ്ററിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ രണ്ടും പാരലൽ, അതായത് ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് ഒരു ഷണ്ടിനെ കണക്ട് ചെയ്ത് കൊടുക്കണം. കാരണം അവന്റെ റെസിസ്റ്റൻസ് വളരെ കുറയ്ക്കണം അമ്മീറ്ററിന്റെ, അതിനങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ടുപേരും വോൾട്ടേജ് ഈക്വൽ ആണ്, അങ്ങ് ഈക്വേറ്റ് ചെയ്യും. ഗാൽവനോമീറ്റർ മറ്റവനാണെങ്കിൽ വോൾട്ട്മീറ്റർ ആണ്, റെസിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സീരീസ് ആയിട്ട് ഒരു R കണക്ട് ചെയ്യണം. R കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ വോൾട്ടേജ് V എന്ന് പറയുന്നത് VG plus VR ആയിട്ട് നമ്മൾ എടുക്കും. So V is equal to IGG plus IG into R. Okay, so that is the condition which we are obtaining here. Clear? All right, so ഇതിന്റെ ഒരു question കൂടെ ചെയ്ത് we are going to wind up the class for today. So let's move on to a question from this topic. അപ്പോൾ doubt ഉള്ളവർ please rewatch the video once again, and I'm 100% sure that it will be clear for you. In an ammeter, 0.2% of main current passes through the galvanometer. മെയിൻ കറന്റിന്റെ 0.2% ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്തെന്നാ പറയുന്നത്. അപ്പൊ മെയിൻ കറന്റ് I ആണെങ്കിൽ അതിന്റെ 0.2%. അപ്പൊ മെയിൻ കറന്റ്, അപ്പൊ ഒരു സർക്യൂട്ട് വരട്ടെ, ഗാൽവനോമീറ്റർ വരയ്ക്കാം, നമുക്ക് ഷണ്ട് വരച്ചേക്കാം. മെയിൻ കറന്റ് I ആണെങ്കിൽ അവന്റെ 0.2% ഇതിലൂടെ പോയി, ഗാൽവനോമീറ്ററിലൂടെ പോയി. അപ്പൊ IG എന്ന് പറയുന്നത് 0.2%. അപ്പൊ 0.2 by 100 of I. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും ബാക്കിയുള്ളത്? അപ്പൊ 0.2 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് എത്രയാ? 99.8 അല്ലെ? സോ ഇതിലൂടെ പോകുന്നത് എന്തായിരിക്കും? 90, കറക്റ്റ് അല്ലേ? 99.8. തെറ്റിപ്പോയോ? കറക്റ്റ് ആണ് സർ. ഇതിലൂടെ പോകുന്ന 99.8 I ആണ്. ക്വസ്റ്റൻ എന്താ? റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ G ആണ്, റെസിസ്റ്റൻസ് ഓഫ് ദ അമ്മീറ്റർ എന്താണ്? അപ്പൊ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G ആണ്. അപ്പൊ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ രണ്ട് സംഭവങ്ങൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഷണ്ടിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവന്മാരെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ എസിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല എന്താ? IG into G is equal to I minus IG into S. ഇവിടെ I minus IG ദാണ്ട് ഇതാ എന്ന് എഴുതിയാൽ മതി. 98.8 by 100 I into S. അപ്പൊ IG എന്ന് പറയുന്നത് 0.2 I by 100. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That's equal to 0.2 I by 100 into G. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് S കിട്ടും. കുറെ ടേംസ് ഒക്കെ ക്യാൻസൽ ആയി പോയി, നമുക്ക് ഇവിടെ S കണ്ടുപിടിക്കാം. ഞാൻ ഫൈനൽ ആൻസറിലേക്ക് പോകുന്നില്ല, ദാറ്റ്സ് എ ഹോംവർക്ക് ഫോർ യു. S ഇവിടെ കിട്ടും. ഓക്കെ, S കിട്ടിയതിനു ശേഷം എന്ത് ചെയ്താൽ മതി? S ഉം G യും പാരലൽ അല്ലേ? അപ്പൊ 1 by R equivalent is equal to 1 by S plus 1 by G. ചെയ്ത് എന്ത് കണ്ടുപിടിക്കുക? ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പ്ലീസ് റിമെമ്പർ ദാറ്റ് എസിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ജിന്റെ ടേംസിലായിരിക്കും കേട്ടോ. ഓപ്ഷൻസ് നോക്കി അറിയാം, എല്ലാത്തിനും G ഉണ്ട്. ജിന്റെ ടേംസിലാണ് S കിട്ടാൻ പോകുന്നത്. ആ കിട്ടുന്ന വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, R ഈക്വലന്റ് കണ്ടുപിടിക്കുക. That will be the resistance of the ammeter. All right, so I hope the condition is clear. മനസ്സിലായോ? മെത്തേഡ് മനസ്സിലായോ മക്കളെ? യെസ് സർ, മനസ്സിലായി. So with this, we have come to the conclusion of the chapter, moving charges and magnetism. So take care everyone. So bye.